जय जय बीजेपी, जय जय बीजेपी, जय जय भारत माता, जय जय भारत माता. സംരക്ഷിക്കൂ. കള്ളന്മാർക്കും കള്ളക്കാർക്കും പോലീസും സംരക്ഷണം. കള്ളന്മാർക്കും കള്ളക്കാർക്കും മുഖ്യമന്ത്രി സംരക്ഷണം. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ജയ് ബോലോ ഭാരത് മാതാ, जय बोलो भारत माता, ജയ് ബോലോ ബിജെപി, जय बोलो बीजेपी, ജയ് ജയ് ബോലോ ബിജെപി, जय बोलो बीजेपी. ബോലോ ഭാരത് മാതാക്ക്. നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? തണ്ണീർ കടൽ കത്തുന്നേ, തണ്ണീർ കടൽ കത്തുന്നേ, തണ്ണീർ കടൽ കത്തുന്നേ, തണ്ണീർ കടൽ കത്തുന്നേ, കണ്ടൽ കാട് കളയ്ക്കുന്നേ, കണ്ടൽ കാട് കത്തുന്നേ, കണ്ടൽ കാട് കളയ്ക്കുന്നേ. കണ്ടൽ കാട് കത്തുന്നേ. എല്ലാവർക്കും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇതുവരെ ഈ ഒരു സ്ഥലം സന്ദർശിക്കാൻ ഇവിടുത്തെ ജില്ലാ കലക്ടർ ഇതുവരെ ഇവിടേക്ക് വന്ന് നോക്കിയിട്ട് വരണം. അവർ ഇതുവരെ അതിന് തയ്യാറായിട്ടുമില്ല. ദിനം പ്രതി ഇവിടെ നിന്ന് ഓരോ JCBകൾ നമുക്കറിയാം, ഇവിടെ പിടിച്ചിട്ടിട്ടുള്ള വണ്ടികൾ എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വണ്ടികളൊക്കെ ദിവസവും ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പരിപാടിയിൽ ഈ രക്ഷാ മാർച്ച് നയിച്ചിട്ടുള്ള നമ്മുടെ സമരനായകൻ അഡ്വക്കേറ്റ് സജീവൻജിക്ക് ഷോൾ അണിയിക്കുന്നതിന് വേണ്ടി പല പേരിലാണ് ഒരു മഹസറിൽ എഴുതിയിരിക്കുന്നത് ഗ്രീൻ മെട്രോ ഡെവലപ്പേഴ്സ്. എന്താ പേര്? ഗ്രീൻ മെട്രോ ഡെവലപ്പേഴ്സിന്റെ ആളുകളാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. മറ്റൊരു മഹസറിലുള്ളത് എമറാൾഡ് ഗ്രൂപ്പ്. ആളെ പേര് ഒന്ന് തന്നെയാണ്, അതിന്റെ താഴെ എഴുതുന്നത് എമറാൾഡ് ഗ്രൂപ്പ്. മറ്റൊരു മഹസറിലുള്ളത് കാലിക്കറ്റ് ട്രേഡ് സെന്റർ. മറ്റൊരു മഹസറിലുള്ളത് സരോവരം ട്രേഡ് സെന്റർ. എങ്ങനെയുണ്ട്? മഹസർ കണ്ടാല് മാറി വരുന്ന ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കുന്നത് ഇത് വേറെ വേറെ ഭൂവുടമകളെന്നാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത്തരം ഭൂവുടമകളുടെ എച്ചിൽ നിന്ന് ഉയർത്തിട്ടുള്ള അജ്മലിമാരും ഷഹീദുമാരും ഇവിടെ വന്ന് ഇവിടുത്തെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയാൽ അവർ വിവരമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെ കുറെ ആളുകളുണ്ട്. നാട്ടിലൊരു വിഷയം വന്നാൽ തീർക്കേണ്ടത്, അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകളെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കേണ്ട ആളുകൾ ഉദ്യോഗസ്ഥന്മാരും വേണ്ടപ്പെട്ടവരാണ്. നിങ്ങൾ ഗുണ്ടാ സംഘങ്ങളെ അയച്ചിട്ടാണ് ഈ പ്രശ്നത്തിന് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി ഒതുക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് നടപ്പില്ല എന്ന് 100 വട്ടം ആവർത്തിച്ച് പറയാനാണ് ഞങ്ങൾ ഇവിടെ മാർച്ചുമായിട്ട് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിൽക്കുന്നത് എന്തിനാ? ഈ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം 1 മാസം കഴിഞ്ഞാൽ ഇവർക്ക് പണി തുടങ്ങാം. പെർമിറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്ത് യെസ് ഓർ നോ പറയുന്നില്ലെങ്കിൽ ഇവർക്ക് പണി തുടങ്ങാം. അപ്പൊ അവര് പണി തുടങ്ങി പൂർത്തിയാക്കി. അപ്പൊ അവര് കോടതിയിൽ പോയിട്ടും വാദിക്കുന്നത് അത് തന്നെയാണ്, ഞങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നു. ആരാണ് അപ്പൊ സഹായിച്ചിട്ടുള്ളത്? ആരാണ് ഇവരെ സഹായിച്ചിട്ടുള്ളത്? നിയമത്തിന്റെ പരിധിയിലൂടെ ഇത്തരം കയ്യേറ്റങ്ങളെ, ഇത്തരം നിയമലംഘനങ്ങളെ സഹായിക്കുന്നത് കോർപ്പറേഷനാണ്, ഭരണാധികാരികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമി ഈ കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതി അല്ലേ? സ്വപ്ന നഗരം എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോഴും ആ പദ്ധതി ഉണ്ടെന്നല്ലേ പറയുന്നത്, ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ആ തടാകം ആരെങ്കിലും മണ്ണിട്ട് കൂടാൻ പരിശ്രമിച്ചാൽ നിങ്ങളുടെ മുമ്പിലുള്ള നിയമമനുസരിച്ച് നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
2018 പുതുക്കിയ നിയമത്തിലെ 23ാമത്തെ വകുപ്പിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ട് എന്ത് നടപടിയെടുക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ ആ നിയമം പറയുന്നു. ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി തണ്ണീർത്തടാകത്തിൽ മണ്ണിടാൻ തയ്യാറായാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ ആ മണ്ണ് നീക്കണം. അതാണ് നിയമത്തിലെ 1ാമത്തെ വ്യവസ്ഥ. ഇവിടെ മണ്ണിട്ട് മൂടാൻ ശ്രമിച്ച വ്യക്തിയിൽ നിന്ന് ഇവർ കാശ് ഈടാക്കിയിട്ടുണ്ടോ? അവരെ സ്വന്തം ചെലവിൽ ആ മണ്ണ് നീക്കം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? 2ാമത്തെ കാര്യം, വാഹനം പിടിച്ചെടുക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വാഹനം പിടിച്ചെടുത്തു എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. തണ്ണീർത്തടാക നിയമത്തിലെ 23ാം വകുപ്പിൽ പറയുന്നത് നിങ്ങളുടെ വാഹനം പിടിച്ചെടുക്കണമെന്നല്ല, മണ്ണിട്ട് മൂടാൻ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണം. അദ്ദേഹം ജില്ലാ ഭരണകൂടവും നിയമമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ആ നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ജില്ലാ ഭരണകൂടത്തിലെ ആളുകൾ അത് ചെയ്യുന്നില്ല എങ്കിൽ അതിന് പുറകിൽ എന്തോ താല്പര്യമുണ്ട്. ഈ വലിയ മുതലാളിയോട് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മറുപടിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജില്ലാ കളക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ആരാണ് ജില്ലാ കളക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ജില്ലാ കളക്ടറോട് ഈ പ്രദേശം സന്ദർശിക്കേണ്ട എന്ന് ഉത്തരവ് കൊടുത്തവരാണ്. ജില്ലാ കളക്ടറോട് നിങ്ങൾ കണ്ണുടച്ചോളൂ, ചെറിയ മുട്ടാപ്പോക്ക് ന്യായനിധി വില്ലേജ് ഓഫീസറെ ബന്ധപ്പെടുത്തുക, തഹസിൽദാറെ ബന്ധപ്പെടുത്തുക, അങ്ങനെ ചെറിയ കാര്യങ്ങൾ മതി എന്ന് അതുമാത്രം നോക്കിയാൽ മതി എന്ന് ജില്ലാ കളക്ടറോട് ആരാണ് പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് ഈ കേരളത്തിലെ പ്രബലമായിട്ടുള്ള 2 മുന്നണികൾ തന്നെയാണ്. ഞാൻ ഈ പ്രദേശത്ത് സമരം ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയമുണ്ടാകും, നിങ്ങൾക്ക് പല രാഷ്ട്രീയമുണ്ടാകും. ആ രാഷ്ട്രീയം നിങ്ങൾ വിശ്വസിച്ചോളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വലിയ മുതലാളിക്ക് പുറകിലുള്ളത് CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ എന്റെ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നത് ഞാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന്റെ സന്ദർഭത്തിലാണ് കേരളത്തിലെ മറ്റു ചില തണ്ണീർത്തടാകങ്ങളെ സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയം കേരള നിയമസഭയിൽ വന്നത്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ഇവരുടെ കത്തുമായിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് നിയമസഭയിൽ കോട്ടോളി തണ്ണീർത്തടാകത്തിന്റെ പ്രശ്നം അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ പോയിരുന്നല്ലോ. എന്റെ മറ്റു പല സ്ഥലങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ കോട്ടോളി തണ്ണീർത്തടാകത്തിന്റെ കാര്യം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തോ? നിങ്ങളുടെ കോർപ്പറേഷൻ പരിധിയിലുള്ള ഒരു ഭൂമി, ആ ഭൂമി നമ്മുടെ തണ്ണീർത്തടാകമാണ് എന്ന് സംസ്ഥാന ഗവൺമെന്റ് അടയാളപ്പെടുത്തിയ ഭൂമി, ആ ഭൂമിയിൽ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുമ്പോ നിങ്ങൾ നിയമപരമായി ഇടപെടണ്ടേ? അങ്ങനെ നിയമപരമായി ഇടപെടുന്നതിന് പകരം മേയർ ആളുകളെയും കൂട്ടി ഈ സ്ഥലം സന്ദർശിച്ചിരുന്ന കാര്യം, ഇത് മരണകൂടമല്ല. അനുശോചനം അറിയിക്കാൻ ഇവരെ ഇടക്കിടക്ക് സന്ദർശിച്ചിട്ട് ഇത് മരണകൂടല്ല. ഇവിടെ നിയമപരമായിട്ടുള്ള മാർഗങ്ങളാണല്ലോ ഉള്ളത്. ആ നിയമപരമായിട്ടുള്ള മാർഗം നേടാൻ കോർപ്പറേഷൻ തയ്യാറാക്കുന്നില്ല. ഇവരുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, തണ്ണീർത്തടാകങ്ങൾ നികത്തിയാൽ എത്ര വലിയ രാഷ്ട്രീയ പാർട്ടിക്കാർ സംരക്ഷിച്ചാലും നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. എറണാകുളത്ത് പൊളിച്ചു മാറ്റിയത് 3 ഫ്ലാറ്റാണ്. എത്ര വർഷത്തെ പാരമ്പര്യമുള്ള ഫ്ലാറ്റാണ്, എത്ര കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റ് ഉടമ കേരളത്തിലെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി പഠിച്ച പണി 18 നോക്കി, സുപ്രീം കോടതി വരെ നോക്കി, ജഡ്ജിമാരെ വിലക്കെടുക്കാൻ നോക്കി, നിയമത്തെ വിലക്കെടുക്കാൻ നോക്കി. പക്ഷെ ആത്യന്തികമായി സത്യമാണ് വിജയിച്ചത്. ആ 3 ഫ്ലാറ്റുകൾ പൊളിച്ചു മാറ്റിയത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് രാജ്യത്തെ തണ്ണീർത്തടാക നിയമം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള നിയമമാണ്. ഒരു ജില്ലാ കളക്ടറുടെ കണ്ണുകൂട്ടാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. MLA-യും MP-യെയും കോർപ്പറേഷനെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും വിലക്കെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. പക്ഷേ നിയമത്തെ വിലക്കെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അതുകൊണ്ട് നിയമപരമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം. ആ നിയമപരമായ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ നടത്തുന്ന എല്ലാ പ്രക്ഷോഭത്തിനെയും കൂടെ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും. അപ്പുറത്തുള്ളത് വലിയ മുതലാളിയാണ് എന്ന് ഞാൻ വിസ്മരിക്കുന്നില്ല. അയാളുടെ കയ്യിൽ പണമുണ്ട്, അധികാരമുണ്ട്, നേതൃത്വമുണ്ട്, സർക്കാരുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ടുള്ള വിജയം ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും. നിങ്ങളോടൊപ്പം എന്നും ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ ഭാരത്. നിങ്ങളുടെ
വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമം നടത്തുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തോട് ക്രൂരത കാണിക്കുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങേയറ്റം പരിഹാസ്യമാണ്, അങ്ങേയറ്റം അപമാനകരമാണ്. കേരളത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ആ സർക്കാരിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുകയാണ്. ഒരു CPM-ൻ്റെ സെക്രട്ടറിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ മുഖ്യമന്ത്രി രാജ്യത്തിലെ നിയമങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും സാമാന്യമായി ബോധ്യമുള്ള ഒരാളായിരിക്കണം. അത് ബോധ്യമില്ലാത്തത് കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ബോധ്യമില്ലാത്തത് കൊണ്ടാണെങ്കിൽ രാജ്യത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും പഠിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ രാജ്യത്തിലെ സൈന്യത്തിൻ്റെ സേവനത്തിൻ്റെ ചെലവ് സംസ്ഥാന സർക്കാരിനോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് എന്തോ വലിയ മഹാപരാധമാണ് എന്ന് സർക്കാർ പറയുകയാണ്. നിർഭാഗ്യവശാൽ സർക്കാരിൻ്റെ ഈ വാദം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങളും അത്തരം നിലപാട് സ്വീകരിക്കുന്നത് നിർഭാഗ്യകരമാണ്. രാജ്യത്ത് സൈന്യത്തിൻ്റെ സേവനങ്ങൾക്ക് പണം കൊടുക്കണമെന്നുള്ളത് ആദ്യത്തെ സംഭവമല്ല. എല്ലാ സർക്കാരുകളും കൊടുക്കുന്നുണ്ട്. കാരണം സൈന്യത്തിൻ്റെ സേവനം എന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനമല്ല. സൈന്യത്തിൻ്റെ സേവനം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സൈന്യം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചെലവ് അതാത് സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നുള്ളതാണ് രാജ്യത്തിലെ നിയമം. അത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന ഒരു കേന്ദ്ര നിയമമാണ്. വ്യോമസേനയും നാവികസേനയും കരസേനയും ഇത് സംബന്ധിച്ച് അവർക്ക് വരുന്ന ചെലവുകൾക്ക് കേന്ദ്ര സർക്കാരിനാണ് അവർ കത്തയക്കുക. കരസേന കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുള്ള അവരുടെ ചെലവിൻ്റെ പട്ടികയാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുത്തത്. അതാണ് പ്രൊസീജിയർ. അത് കേരളമായാലും തമിഴ്നാടായാലും കർണാടകയായാലും ഉത്തർപ്രദേശായാലും മഹാരാഷ്ട്രയായാലും ഒരേ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ അനുസരിച്ച് നിലവിലുള്ള നിയമമനുസരിച്ചാണ് ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ പണം സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിലല്ല കൊടുക്കേണ്ടത്. ഈ കേന്ദ്ര സേനകളുടെ രക്ഷാപ്രവർത്തനത്തിന് ചെലവായിട്ടുള്ള പണം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് വിഹിതം എന്ന് പറയുന്നത് 80% ആ 80% സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള ദുരിതാശ്വാസ ഫണ്ടിൻ്റെ 80% കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ പണത്തിൽ നിന്നാണ് ഈ ചെലവുകൾ വഹിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ കസ്റ്റോഡിയൻ സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത് കൊടുക്കണം. ഇത് പുതിയ സംഭവമല്ല. കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ്. 2013-ലും 2012-ലും ഇതേ സമാനമായ സാഹചര്യമുണ്ടായപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ പണം കൊടുത്തിട്ടുണ്ടല്ലോ. അന്ന് ഈ വാദപ്രതിവാദങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ ഓഖി ദുരന്തമുണ്ടായപ്പോൾ ആ സന്ദർഭത്തിൽ കേന്ദ്ര സേനകളുടെ സഹായമുണ്ടായിരുന്നു. ആ പണം സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ടല്ലോ. അന്നും വിവാദമുണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴും മാത്രം എന്തിനാണ് വിവാദം? ഈ വിവാദം മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരും നിയമസഭയിലേറ്റ വലിയ തിരിച്ചടിയുടെ ജാള്യത മറക്കാൻ കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി പറയണം എന്ത് ക്രൂരതയാണ് മലയാളികളോട് കേന്ദ്ര സർക്കാർ കാണിച്ചത്. സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട പണം മുൻകൂറായി കൊടുത്തതാണോ കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത കുറ്റം? നിങ്ങൾ കഴിഞ്ഞ 13-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഒരു മാസം പോലും ആയിട്ടില്ല. അത് പരിശോധിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തണം. ഒന്നും ചെയ്യാത്ത ഗവൺമെൻറ് സംസ്ഥാന സർക്കാരാണ്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് 5 നയാ പൈസയുടെ സഹായം കൊടുക്കാത്ത സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അവരുടെ പരാജയത്തിൽ ഒളിച്ചോടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഈ നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. അല്ല, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവനയ്ക്ക് ഉപോത്ബലകമായിട്ടുള്ള തെളിവെന്താണെന്ന് പറയാം. രണ്ടാമത്തെ പ്രസ്താവനയ്ക്ക് ഉപോത്ബലകമായി എന്ത് വസ്തുതയാണ് അദ്ദേഹത്തിന് കിട്ടിയത്, ഇത് രണ്ടും അദ്ദേഹം പറയേണ്ടതാണ്. അദ്ദേഹമാണ് ഈ വിഷയം ആദ്യം മുമ്പോട്ട് വെച്ചത്. സ്വാഭാവികമായും അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടറി കാര്യം പറയുമ്പോൾ അത് വെറുതെ പറയില്ലല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ആരും ഇവിടെ വ്യായാമം നടത്തുന്നതിനെതിരല്ല. വ്യായാമമൊക്കെ നാട്ടിൽ ധാരാളമുണ്ട്, അതൊന്നൊരു കുഴപ്പമില്ല. പക്ഷെ അതിനൊരു നെറ്റ്വർക്ക് ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ്. കാരണം ഒരു സ്ഥലത്തല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും ഒരു ചെയിനായൊരു നെറ്റ്വർക്ക് ഉണ്ടാകുന്നു.
ഒരു കായിക പരിശീലനത്തിന് ഒരു ചെയിനായി ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? പരിശോധിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ മുൻവിധിയോടുകൂടി ഒന്നും പറയുന്നില്ല, പക്ഷേ അത് പരിശോധിക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ചും CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആദ്യം ഇങ്ങനെ പ്രസ്താവന നടത്തിയ പശ്ചാത്തലത്തിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. CPM വ്യക്തമാക്കേണ്ടത് രണ്ടാമത്തെ പ്രസ്താവനയ്ക്ക് കാരണം എന്താണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആദ്യ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്, രണ്ടാമത്തെ പ്രസ്താവന ഉണ്ട്. ഈ മലക്കം മറിച്ചതിന്റെ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കാൻ CPM-ആണ് തയ്യാറാകുന്നത്. മുൻപ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സന്ദീപ് വാര്യർ എന്നൊരു പ്രതികരണം ഇതിൽ നടത്തിയിട്ടുണ്ട്. അതായത് BJP ഇതിനെ വർഗീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അത് കോൺഗ്രസിന്റെ നിലപാടാണ്. കോൺഗ്രസിന്റെ നിലപാടാണെങ്കിൽ ഞാൻ മറുപടി പറയാം. കോൺഗ്രസിലേക്ക് പോയിട്ടുള്ള ഒരാളെ നിലവിൽ കോൺഗ്രസിന് എന്തെങ്കിലും ചുമതലയുള്ളതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും പ്രസ്താവനയ്ക്ക് ഞാനതിനെ മറുപടി പറയുന്നത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രസ്താവനയാണെങ്കിൽ ഞാൻ മറുപടി. ഈ BJP എന്താണ് ഇതിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ്? കാരണം ഇതൊരു കൂട്ടായ്മയായിട്ട് വളരുന്നു, മലബാറിൽ വ്യാപകമാവുന്നു. ഇതൊരു വ്യായാമ കൂട്ടായ്മയാണ് എന്നുള്ളത് അവർ തന്നെ മുൻനിർത്തി പറയുന്നുണ്ട്. ഈ കൂട്ടായ്മയിലുള്ളവർ തന്നെ പ്രശ്നം എന്താണ്? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങളൊരു പ്രശ്നവും പറഞ്ഞിട്ടില്ലല്ലോ. ഈ പ്രശ്നം പറയും CPM അല്ലേ? CPM ഇങ്ങനെ പ്രസ്താവന നടത്തി. ഞങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അത്രേ പറയുന്നുള്ളൂ. ഞങ്ങൾ ഒരു മുൻവിധിയോടുകൂടി പറയുന്നില്ലല്ലോ. ഒരു വ്യായാമം നല്ലതാണ്, ഞാൻ പറഞ്ഞല്ലോ, വ്യായാമം നല്ലതാണ്, ഞങ്ങൾ അതിനൊന്നും എതിരല്ല. വ്യായാമത്തിൽ വരുന്ന ആളുകളുടെ ജാതിയും മതമൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഏത് മതവിഭാഗമാണോ ഏത് ജാതിയാണോ എന്നൊന്നും നോക്കുന്നില്ല. പക്ഷേ ആ വ്യായാമ കൂട്ടായ്മക്ക് ചെയിനായി ഒരു സംവിധാനം ഉണ്ടാകുന്നു, അതിൻ്റെ ശൃംഖലകൾ ഉണ്ടാകുന്നു, പല സ്ഥലത്ത് വ്യാപിക്കുന്നു. അതിനെന്തെങ്കിലും യോജിപ്പുണ്ടോ, അതിലെന്തെങ്കിലും ബന്ധമുണ്ടോ, അത് പരിശോധിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അതിൻ്റെ അർത്ഥം ഇതെല്ലാം കുറ്റമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതും CPM-ന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രസ്താവന പശ്ചാത്തലത്തിൽ ഒന്നുകൂടി ഗൗരവമാർക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണമില്ല അദ്ദേഹം പറയില്ലല്ലോ. അപ്പോൾ അത് ഗൗരവമുള്ളതാണ്, അത് പരിശോധിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പരിശോധിക്കുന്നത് എന്താ കുഴപ്പം? അല്ലാതെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മുൻകൂട്ടി ഒന്നും പറയുന്നില്ല. മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്, ബൂത്തടിസ്ഥാനത്ത് തുടങ്ങി. അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ അല്ല, അഖിലേന്ത്യാ പ്രസിഡന്റ് താഴെയല്ലേ അല്ല, അഖിലേന്ത്യാ ബൂത്ത് പ്രസിഡന്റ് മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ ഞങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികം. അല്ല, കൺസേൺഡ് വ്യക്തികളുടെ ആശങ്ക അവരുമായി ചർച്ചയിലൂടെ പരിഹരിക്കണം. കാരണം ഇത് ഒരേ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലെ വനം സംരക്ഷിക്കണം, അതേ സമയത്ത് പല വർഷങ്ങളായിട്ട് ആ ഭൂമിയിൽ താമസിക്കുന്ന കൃഷി നടത്തുന്ന ആളുകളുടെ താല്പര്യമുണ്ട്. ഇത് രണ്ടും സംരക്ഷിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ ഉയർത്തുന്ന ആശങ്ക അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളതാണ് BJP. ഈ നെക്സണിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണെന്ന് BJP ആവശ്യപ്പെടുന്നത്? ഏത് തലത്തിലും സംസ്ഥാന സർക്കാർ അന്വേഷിച്ചാൽ മതി, സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിൽ മുൻവിധിയൊന്നുമില്ല. ഞങ്ങൾക്ക് മെപ്പിനോട് എന്തോ വിരോധമുള്ളതായിട്ട് നിങ്ങൾ കാണണ്ട. ഒരു വിരോധമില്ല. ആളുകൾക്കെല്ലാവർക്കും നല്ല വ്യായാമം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നേരത്തെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടുകാർ അഗ്നിശമന സേനാംഗങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നൊരു വ്യായാമം നടത്തിയിരുന്നു. ആ വ്യായാമം നടത്തിയ ആളുകളൊക്കെ ഇപ്പോൾ തിഹാർ ജയിലിലാണ്. ഇനി ഈ വ്യായാമത്തിന് പോകുന്ന ആളുകൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും നല്ല വ്യായാമം ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. എനിക്കറിയില്ല അവർ കണ്ടെത്തിയിട്ടുണ്ടോ എന്നും അവർ അന്വേഷിക്കുമെന്നും അറിയില്ല. ഞാൻ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗമല്ല. ഞാൻ പത്രത്തിൽ കണ്ട നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി വളരെ അപൂർവമായിട്ട് മാത്രം കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അങ്ങനെ വിടുവായത്തം പറയുന്ന ഒരാളായിട്ട് മോഹന മാഷ് കണ്ടാണ്. അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ വളരെ പെർട്ടിക്കുലറായിട്ടൊരു വിഷയം പറയുന്നു. അതിനെക്കുറിച്ച് CPM-ന്റെ നേതാവ് പറഞ്ഞൊരു കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള റൈറ്റ് BJP-ക്കില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നിലപാട് മാറ്റിയത് എന്തുകൊണ്ടായിരിക്കും? അത് അദ്ദേഹത്തോട് ചോദിക്കണം. അതാണ് എനിക്കും അറിയേണ്ടത്. അദ്ദേഹം എന്താണ് നിലപാട് മാറ്റിയെന്നാണ് എനിക്കും അറിയേണ്ടത്. അദ്ദേഹം പറയേണ്ടതാണ്. മാധ്യമ വാർത്തകൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. ആകെ ഞാനതിൽ കാണുന്ന ഒരേ ഒരു കാര്യം, ഒരു വ്യായാമ കൂട്ടായ്മ ഉണ്ടാകും. ആ വ്യായാമ കൂട്ടായ്മ ഓരോ സ്ഥലത്തും ഓരോ ആ സ്ഥലത്തെ ആളുകളാണല്ലോ നടത്തുക. അതിനൊരു ചെയിൻ ഉണ്ടാകുന്നു, ഒരു കണക്ടിവിറ്റി ഉണ്ടാകും. ആ ചെയിൻ ഓഫ് കണക്ടിവിറ്റിയെ സംബന്ധിച്ച് ആളുകൾക്ക് സംശയം എന്നത് സ്വാഭാവികമാണ്. അത് അന്വേഷിച്ചതിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് വിരോധമില്ല.